ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ടൊരു വെജിറ്റബിൾ സൂപ്പ്, ഒരു പാസ്ത, ഇവിടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ്, കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കണ്ട് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു സാധാരണ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്കിന് ആവശ്യമായ മാങ്ങയാണിത്. നല്ലതുപോലെ പഴുത്ത ചെറിയ സൈസിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെക്കണം. മുറിച്ച മാങ്ങ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി കേക്കിന് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ പൊടിച്ചത് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങാപ്പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പൾപ്പ് നമുക്കൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എസൻസിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി മിക്സ് ചെയ്തെടുത്ത ബാറ്റർ മൂടി നമുക്കൊരു 10 മിനിറ്റ് ഈ റവയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കേക്കിന്റെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ബാറ്ററി കാണുന്നവർ കുറച്ചൊരു കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ കേക്കിന്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം കേക്ക് ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം എങ്ങനെയാണ് റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു അലൂമിനിയത്തിന്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് എണ്ണയോ നെയ്യോ അതിന്റെ പുറത്തും കൂടെ തടവി കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിന്റെ ബാറ്റർ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്ക് ടിൻ കയ്യിലെടുത്ത് പതുക്കെ ഒന്ന് താഴേക്ക് മുട്ടി ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും കശുവണ്ടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കേക്കിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ വിതറി കൊടുക്കാം. നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ഒരു പാനിലാണ്. ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നമ്മൾക്കൊരു 3 മിനിറ്റ് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 3 മിനിറ്റ് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് പാൻ ചൂടാക്കണം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് കൊടുക്കാം. സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കേക്ക് ടിൻ കൂടെ ഇറക്കി വെച്ച് കൊടുക്കാം. കേക്ക് ടിൻ വെച്ചതിന് ശേഷം നമുക്ക് പാൻ ഒന്ന് മൂടി കൊടുക്കാം. കേക്ക് ടിൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ കുക്ക് ചെയ്യണം. മൂടി വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് മൂടിയുടെ പുറത്ത് വെക്കുകയാണെങ്കിൽ ചൂടൊട്ടും പുറത്ത് പോകാതെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുക്കായി കിട്ടും. ഇപ്പോൾ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് പാകമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ച് നമുക്ക് ഇതുപോലെ കുത്തി നോക്കാം.
ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഇതിലോട്ടൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. ഇപ്പം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കുത്തി നോക്കുമ്പോഴത്തേക്കും പാകമായിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു പക്കട് ഉപയോഗിച്ച് ഈ കേക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം. കേക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇപ്പോൾ കേക്ക് കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് നമുക്ക് പതുക്കെ പിടിപ്പിച്ച് കൊടുക്കാം. ഇനി കേക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ആ പേപ്പറൊന്ന് കൈകൊണ്ട് നമുക്ക് എടുത്ത് കളയാം. ഇനി നമുക്ക് കേക്ക് തിരിച്ചു വെക്കാം. റെഡിയായ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് ഈ കേക്ക്. നല്ല ടേസ്റ്റിയാണ്, നല്ല മണമെല്ലാം വരുന്നുണ്ട്. ആ മാങ്ങയുടെയും ബട്ടറിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.